we can discuss about pharmacology of antiemetics. അപ്പോൾ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും these are the drugs which are used to prevent or suppress the വൊമിറ്റിംഗ് പ്രോസസ്സിനെ സപ്രസ് ചെയ്യാനോ പ്രിവെന്റ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആന്റിഎമെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ഡ്രഗ്സുകൾ ചെയ്യുന്നുണ്ടാവുക? സ്വാഭാവികമായിട്ടും കീമോ ട്രിഗർ സോണിനെ സപ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഡ്രഗുകൾ അല്ലെങ്കിൽ NTSനെ സപ്രസ് ചെയ്യാൻ. NTSനെയും കീമോ ട്രിഗർ സോണിനെയും സപ്രസ് ചെയ്യാന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സെന്റേഴ്സിലുമുള്ള കുറേയധികം മീഡിയേറ്റേഴ്സിന്റെ റിസപ്റ്ററിനെ ആയിരിക്കും ബ്ലോക്ക് ചെയ്യുക, അല്ലാതെ നേരിട്ട് വൊമിറ്റിംഗ് സെന്ററിനെ ബ്ലോക്ക് ചെയ്യാന്നല്ല. അവിടെയുള്ള കോളിനർജിക് റിസപ്റ്റർ അല്ലെങ്കിൽ ഹിസ്റ്റമിനിക് റിസപ്റ്ററുകൾ അല്ലെങ്കിൽ ഡോപ്പമിനർജിക് റിസപ്റ്റേഴ്സുകൾ, ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളായിരിക്കും നമ്മൾ ആന്റി എമെറ്റിക്സുകളായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, now coming to the classification of antiemetics, it is mainly classified into 7. First one is anticholinergics. They will block the cholinergic actions of muscarinic receptor. Examples are hyoscine, dicyclomine. And second one is H1 antihistaminics. They will block the receptor action of H1 histamine receptors like promethazine, diphenhydramine, dimenhydrinate, doxylamine and meclofuscin. Third one is neuroleptic അല്ലെങ്കിൽ D2 blockers that we have already studied in antipsychotic drugs. Antipsychotic drugsൽ നമ്മൾ പഠിച്ചിട്ടുള്ള അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സുകൾ D2 റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏജൻസുകൾ ആന്റിഎമെറ്റിക്സുകളായിട്ട് യൂസ് ചെയ്യാം. ക്ലോർപ്രോമസിൻ, ട്രൈഫ്ലൂപ്രോമസിൻ ആൻഡ് ക്ലോർപെറാസിൻസ്. And next classification is prokinetics drugs. These are the drugs which will induce the movement of GI tract. Examples: metoclopramide, domperidone, cisapride, mosapride and etopride. Now next classification is 5-HT3 antagonist or serotonin antagonist like ondansetron, granisetron, palonosetron and ramosetron. Then neurokinase receptors antagonists aprapitant, phosphoritant. Then adjuvant antiemetics like dexamethasone, benzodiazepine, dronabinol and nebilone. So this is the classification of antiemetics. You can write like this, that will be easy. ഇത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് നമ്പർ ഇട്ട് എഴുതുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവുക. Now എന്തായിരിക്കും ആക്ഷൻ എന്ന് പറഞ്ഞു, അതാത് സെന്റേഴ്സുകളിലുള്ള 5-HT റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ മസ്കാർണിക് അല്ലെങ്കിൽ ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡോപ്പമിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും. ഈ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ വോമിറ്റിംഗ് സെന്റർ സ്റ്റിമുലേറ്റഡ് ആവില്ല. അതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ആന്റിഎമെറ്റിക് ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആന്റികോളിനർജിക് ഡ്രഗ്സ്. നമ്മൾ ഹയോസിൻ, ഡൈസൈക്ലോമിൻ എന്നൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഹയോസിൻ എന്താണ് എന്ന് നോക്കാം. ആദ്യം ഹയോസിൻ antiemetic action will be exerted probably by blocking the conductions of nerve impulse across the cholinergic link pathway leading from the vestibular apparatus to the vomiting. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഇയർ ആണ് നമ്മളെ ബാലൻസ് ചെയ്യുന്ന ഒരു സംഗതി. ഇന്നർ ഇയർ ആണ് ഒരു മനുഷ്യന്റെ ബാലൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു നിന്ന സ്ഥലത്ത് വീഴാതെ നിൽക്കാനൊക്കെ ബാലൻസ് ചെയ്യിക്കുന്നത് ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിയോളജിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള കോളിനർജിക് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ വോമിസിസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വോമിസിൻ ടെൻഡൻസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ടൈപ്പ് ആന്റിഎമെറ്റിക്സുകൾ യൂസ് ചെയ്യാറുള്ളത്? മോഷൻ സിക്നസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് രണ്ട് രീതിയിലുള്ള മോഷൻ ഉണ്ടാവാം. ഒന്ന് സ്റ്റാറ്റിക് മോഷൻ, രണ്ടാമത്തത് റിലേറ്റീവ് മോഷൻ. അതായത് ഒന്ന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യിച്ചാൽ നമ്മൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അതാണ് റിലേറ്റീവ് മോഷൻ, നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ മൂവായി. രണ്ടാമത്തെ സ്റ്റാറ്റിക് മോഷനാണ്. നമ്മളൊരു വണ്ടിയിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ പോവുകയാണ്. വാഹനത്തിൽ പോകുന്ന സമയത്ത് നമ്മളുടെ റിലേറ്റീവ് ആയിട്ടുള്ള പ്ലേസ് മാറുന്നുണ്ട്, പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നില്ല.
ഇങ്ങനെയുള്ള കേസിൽ ഉണ്ടാവുന്ന വോമിസിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി കോളിനർജിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്ഡെർമൽ പാച്ചസുകളൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒരു ഡ്രഗും കൂടിയാണ് ഹയോസിൻ ഡൈസൈക്ലോമിൻ എന്നൊക്കെ പറയുന്നത്. Now important ADR are it will produce sedation, dry mouth and other cholinergic side effects. Blurred vision ഉണ്ടാക്കാം. Now another important antiemetic is dicyclomin. ഈ ഡ്രഗ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെഫ്റ്റാൽ സ്പാസ് എന്ന് പറയുന്നതിലൊക്കെ മെഫനമിക് ആസിഡിന്റെ കൂടെ ഡൈസൈക്ലോമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത് ആന്റി സ്പാസ്മോഡിക് ആണ്. അതായത് GI ട്രാക്റ്റിലുള്ള സ്മൂത്ത് മസിൽസിന്റെ സ്പാസത്തിനെ കൺട്രോൾ ചെയ്യുന്ന, അതുവഴി ഉണ്ടാവുന്ന പെയിനിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വിച്ച് ഹാവ് എൻ ഡയറക്റ്റ് സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആക്ഷൻ ആസ് വെൽ ആസ് ആന്റി സ്പാസ്മോഡിക് ആക്ഷൻ. ദിസ് ഈസ് ആൻ വീക്ക് ആന്റികോളിനർജിക് ഡ്രഗ്സ് and this is mainly used for the both motion as well as morning sickness. അപ്പോൾ നമുക്ക് വോമിസിസിലുള്ള രണ്ട് കൈൻഡ് ഓഫ് വോമിസിസ് ആണ്, അല്ലെങ്കിൽ നോസിയ വോമിറ്റിംഗ് കണ്ടീഷൻസുകളാണ്. മോഷൻ സിക്നസ് അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത്താണ് മോർണിംഗ് സിക്നസ്. പേര് പറയുന്ന പോലെ തന്നെ ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന രാവിലെ കാണുന്ന നോസിയ ടെൻഡൻസിനെയാണ് നമ്മൾ മോർണിംഗ് സിക്നസ് എന്ന് പറയാം. എന്നാൽ അത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക, ആ സമയത്തല്ലാത്ത സമയത്തും ഉണ്ടാവുന്ന വോമിസിസിനെയും ഈ മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കാറുള്ളത്. ഓക്കെ, now important ADR is teratogenicity. It may cause fetal abnormality when administered with the pregnant woman. Okay, so that is the dicyclomin hydrochloride. Now coming to the next class, H1 antihistamines. As the name indicate, they will antagonize the action of histamine at H1 receptor, and antiemetic action is based on antiemetic as well as anticholinergic as well as antidopaminergic and sedative property. നമ്മൾ ഹിസ്റ്റമിൻസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു, അതിന് ഈ H1 എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമിൻസിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആൻറ്റി കോളിനർജിക് ആക്ഷൻസുകളൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എഫക്റ്റ് തന്നെയാണ് ആന്റിഎമെറ്റിക് പ്രോപ്പർട്ടി കൊടുക്കുന്നതും. ഓക്കെ, നൗ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആർ പ്രോമെത്താസിൻ, ഡൈഫിൻഹൈഡ്രമിൻ, ഡൈമിൻഹൈഡ്രനേറ്റ്, ടോക്സിലാമിൻ, സൈക്ലിസിൻ, മെക്ലോസിസിൻ ആൻഡ് സിനാരസിൻ. Promethazine is an important antiemetic drugs that is available in market with a different name. Avomin എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ നമ്മൾ യാത്രാശർദി ഉണ്ടാവുന്ന സമയത്ത് കഴിക്കുന്ന ഒരു സാധനമാണ് പ്രോമെത്താസിൻ എന്ന് പറയുന്നത്. പക്ഷെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് അവോമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്. ഓക്കെ, ഓമി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആണ്. പ്രോമെത്താസിൻ ആണ് അതിലെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ മോഷൻ സിക്നസ് and to lesser extent in morning sickness, and also for the treatment of post-operative as well as some other form of vomisis. Now promethazine, ഞാൻ നേരത്തെ പറഞ്ഞു അവോമിൻ, വോമി സ്റ്റോപ്പ് എന്നൊക്കെ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് മോഷൻ സിക്നസ് അപ് ടു 4 to 6 വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സെഡേഷൻ ആസ് വെൽ ആസ് ഡ്രൈനസ് ഓഫ് മൗത്ത്. And another antihistamine is doxycycline, sedative H1 antihistamine with the cholinergic action, marketed in combination with the pyridoxine for the morning sickness, and important side effects are drowsiness, dry mouth, vertigo and abdominal upsets. And mecloxacin or meclicicin, this is a less sedative long acting antihistaminics. It is mainly used for the sea sickness. ചില ആൾക്കാർക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വോമിസിസ്, അതാണ് സീ സിക്നസ് എന്ന് പറയുന്നത്. ഓക്കെ, then cinnarizine, which is an anti-vertigo drug which is used against anti-motion sickness or motion sickness properties also. So there are two type of condition, motion sickness as well as morning sickness. In morning sickness, we will use anticholinergic antihistaminic as first choice. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റികോളിനർജിക് ആൻറ്റിഹിസ്റ്റമിൻസ് ഫസ്റ്റ് ചോയ്സ് ആണ്. അത് സാധാരണഗതിയിൽ 1/2 hour to 1 hour ബിഫോർ കമൻസിങ് ജേണിയാണ് നമ്മൾ എടുക്കാറുള്ളത്. ദെൻ ആൻറ്റി-ഡോപ്പമിൻ ആൻഡ് 5-HT3 ആൻറ്റിഎമെറ്റിക്സ് ആർ ലെസ് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് മോഷൻ സിക്നസ്. ഇൻ കേസ് ഓഫ് മോർണിംഗ് സിക്നസ്, ആൻറ്റിഹിസ്റ്റമിൻസ് ആർ ടെറാറ്റോജനിക് ആൻഡ് ഈവൻ ദോ ദർ ഇസ് നോ കൺക്ലൂസീവ് പ്രൂഫ്, it is better to avoid in case of morning sickness in case of pregnant woman. So we will prefer the dicyclomin, anticholinergic drugs like dicyclomin, promethazine and metoclopramide.
in case of morning sickness. Okay, അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കുക. Now coming to the third classification, that is neuroleptics. This is older neuroleptics like phenothiazine and alloperidol, which can be used as an antiemetic. These are antipsychotic drugs. So mechanism of action, they will block the D2 receptor. Dopaminergic 2 receptor na block ചെയ്യുക എന്നുള്ളതാണ്. Additionally, they have antimuscarinic as well as H1 antihistaminic property, and it is mainly used to antagonize the apomorphine induced vomesis. നമ്മൾ എമിറ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന വൊമിസിസ്, അതായത് സെൻട്രലിൽ ആക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന വൊമിസിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ, ഇറ്റ് ഷുഡ് നോട്ട് ബി അഡ്മിനിസ്ട്രേഡ് അണ്ടിൽ ദ കോസ് ഓഫ് വോമിറ്റിംഗ് ഹാസ് ബീൻ ഡയഗ്നോസിസ്ഡ്. ഒരു ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗാണ്, അതുകൊണ്ട് തന്നെ എന്താണ് എക്സാക്ട് റീസൺ, ഈ വോമിസിസിനുള്ള റീസൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. Now coming to the adverse drug reaction of neuroleptics, this is not effective in motion sickness because vestibular pathway does not involve in dopaminergic linkage. Vestibular pathway ൽ നമുക്ക് രണ്ട് റിസപ്റ്റേഴ്സുകളാണുള്ളത്. ഒന്ന് മസ്കാർണിക് റിസപ്റ്ററും രണ്ടാമത്തത് ഹിസ്റ്റമിൻ റിസപ്റ്റർ മാത്രമേ ഉള്ളൂ. ആ രണ്ട് റിസപ്റ്റർ മാത്രമേ വെസ്റ്റിബുലാർ പാത്വേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന മോഷൻ കൊണ്ടുണ്ടാവുന്ന വോമിസിസിൽ നമുക്ക് H1 ആന്റഗോണിസ്റ്റും ആന്റി കോളിനർജിക്സും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ ഈസ് പാർക്കിൻസോണിസം. D2 ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ടാവുന്നത് കാരണം സ്വാഭാവികമായിട്ടും പാർക്കിൻസോണിസം ഉണ്ടാവാനുള്ള ചാൻസ്, സിഗ്നിഫിക്കൻറ്റ് ഡിഗ്രി ഓഫ് സെഡേഷൻ ആൻഡ് അക്യൂട്ട് മസ്കുലാർ ഡിസ്റ്റോണിയ. Now some important neuroleptics are Prochlorperazines. It is an highly selective antivertigo and antiemetic drug, highly effective when given by injection in vertigo-associated vomiting, and chemotherapy-induced nausea and vomiting also. So ADR is muscular dystonia and extrapyramidal side effect. You can also use chlorpromethazine as well as haloperidol as antiemetics. Now the important uses of neuroleptics. We can use for the drug induced as well as post-operative nausea and vomiting. അപ്പോൾ സാധാരണഗതിയിൽ സർജറി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ അനസ്തറ്റിക്സിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ അനസ്തറ്റിക് മെഡിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന വോമിറ്റിംഗ് സെൻറ്റൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറയുന്നത്. And also we can use to suppress the vomisis due to disease-induced vomiting, gastroenteritis, uremia, liver disease, migraine പോലെയുള്ള വേറൊരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട വോമിസിസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൾസോ ഫോർ ദ മാലിഗ്നൻസി അസോസിയേറ്റഡ് ആൻഡ് ക്യാൻസർ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിസിസ്, ക്യാൻസർ പേഷ്യൻസിൽ കീമോതെറാപ്പി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗിൻ്റെ നോസിയ വോമിറ്റിംഗ് അല്ലെങ്കിൽ വോമിറ്റിംഗ് പ്രോപ്പർട്ടീനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റേഡിയേഷൻ സിക്നസ് വോമിറ്റിംഗ് we should not use in morning sickness except in hyperemesis gravidum എന്ന് പറയുന്ന കണ്ടീഷൻസിലല്ലാതെ വേറെ മോർണിംഗ് സിക്നസ്സിലൊന്നും കോമൺ ആയിട്ടൊന്നും നമുക്ക് ഈ ന്യൂറോലെപ്റ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗാണ്, സെഡേഷൻ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് മെയിൻ അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് വിച്ച് ഇൻക്ലൂഡ് മെറ്റാക്ലോപ്രോമൈഡ്, ഡോംപെരിഡോൺ. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവുന്ന ഡ്രഗ്സുകളാണ്. പാൻഡോപ്രസോളിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഡ്രഗാണ് ഈ ഡോംപെരിഡോൺ എന്ന് പറയുന്നത്. പാൻഡോപിഡി, അതുപോലെ ഒമിഡി, ഒമിപ്രസോൾ, ഡോംപെരിഡോൺ, പാൻഡോപ്രസോൾ, ഡോംപെരിഡോൺ, അങ്ങനെയൊക്കെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ് പ്രോകൈനറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോകൈനറ്റിക് ഡ്രഗ്സ്? ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് വിൽ പ്രൊമോട്ട് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ ട്രാൻസിയൻ and it will speed up the gastric emptying by enhancing the coordinated propulsive motility. Okay, and it exclude cholinomimetic as well as anticholinesterase, which will produce a largely uncoordinated contraction. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കോളിനർജിക്കും ആന്റികോളിനർജിക്കിലും ഉണ്ടാവുന്ന പ്രൊപ്പൾസീവ് മൂവ്മെന്റിന്റെ എൻഹാൻസ്മെന്റും പ്രോകൈനറ്റിക് ഡ്രഗ്സിന്റെ പ്രൊപ്പൾസീവ് മൂവ്മെന്റിന്റെ എൻഹാൻസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രോകൈനറ്റിക് ഡ്രഗ്സുകൾ ഒരു കോർഡിനേറ്റർ മാനറിലാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ പ്രൊപ്പൾസീവ് മോട്ടിലിറ്റി ഉണ്ടാവുക.
ഓക്കെ, കോളിനോമിമെറ്റിക്സുകളും അതുപോലെ ആന്റി കോളിനർജിക്സുകളും അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻ ആണ്. നമുക്ക് now important drugs are metoclopramide, domperidone, cisapride, mosapride and etopride. Out of this metoclopramide and domperidone ഇത് സ്ഥിരമായിട്ട് 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആന്റി എമിറ്റിക് ഡ്രഗ് നേരിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തു ചോദിക്കുന്ന 2 ഡ്രഗ്സുകളാണ് മെറ്റാക്ലോപ്രമൈഡ് അല്ലെങ്കിൽ ഡോംപെരിഡോൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ മെറ്റാക്ലോപ്രമൈഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ, അത് 3 റിസപ്റ്ററിനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് D2 റിസപ്റ്റർ അന്റഗോണിസം, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമിനർജിക് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഡിലേ ഓഫ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഡയലേഷൻ ആൻഡ് ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ റിലാക്സേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് മെക്കാനിസം ഈസ് ബൈ അഗണിസം അറ്റ് 5-HT4 റിസപ്റ്റർ. 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ എന്ന് പറയുന്ന സെറോട്ടോണിന് 4-5 റിസപ്റ്റേഴ്സുകളുണ്ട്. HT1, HT2, HT3, HT4 എന്ന് പറയുന്നിട്ട് അതിൽ HT4 അഗണിസം ആണ് രണ്ടാമത്തെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ. Metoclopramide act in GIT and enhance the acetylcholine release from the myendric motor neuron, and it will result from 5-HT4 receptor activation on the primary afferent neurons and via excitatory interneurons. Now 5-HT3 antagonism at higher concentration, it will block the 5-HT3 receptor present in the inhibitory myendric interneurons in the NTS as well as chemo trigger zone. Nucleus tractus solitarisilോ അതല്ലെങ്കിൽ കീമോ ട്രിഗർ സോണിലുള്ള 5-HT3 റിസപ്റ്ററിനെയും ഹൈ ഡോസിൽ ഈ പറയുന്ന മെറ്റാക്ലോപ്രമൈഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ വാട്ട് ആർ ദ ആക്ഷൻസ് ഓഫ് മെറ്റാക്ലോപ്രമൈഡ്? ഓക്കെ, metoclopramide has a prominent effect in GIT. It will increases the gastric peristalsis while relaxing the pylorus and first part of duodenum. So it will increases the speed of gastric emptying. In lower esophageal sphincter, tone is increased and esophageal reflex is opposed. It also increases the intestinal peristalsis to some extent, but has no significant action on colonic motility as well as gastric secretion. In CNS, it will produce antiemetic action by acting on chemo trigger zone. It will block the apomorphine-induced vomesis. Now coming to the drug interaction, metoclopramide പല ഡ്രഗിനെയും കൂടെ കഴിക്കുന്ന സമയത്ത് ഡ്രഗ് ഇന്ററാക്ഷൻ കാണിക്കുന്നതാണ്. It will hasten the absorption of many drugs like aspirin, diazepam by facilitating gastric emptying, and some drug absorption will be reduced like digoxin. ചില ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നുണ്ട്, ആസ്പിരിൻ ഡയസിപ്പാം പോലെയുള്ള ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ കൂടും. നേരെ മറിച്ച് ഡിജോക്സിൻ പോലെയുള്ള ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ കുറയും. It will decreases the bioavailability of cimetidine. It will block the dopaminergic receptor in the basal ganglia, and it will abolish the therapeutic effect of levodopa. So these are the important drug interactions of metoclopramide. Now coming to the adverse drug reaction, it will produce sedation, dizziness, loose stool, muscle dystonia. Then long-term use may cause Parkinsonism, gynecomastia and galactorrhea. No harmful effect are known when is used during pregnancy, though the amount secreted in milk is very small, but the suckling infants may develop loose motion, dystonia and myoclonus. സാധാരണഗതിയിൽ പ്രഗ്നന്റ് വുമൻസിന് അല്ലെങ്കിൽ ഫീഡിംഗ് ആയിട്ടുള്ള വുമൻസിന് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫീഡ് ചെയ്യുന്ന ഈ ഡ്രഗ് മിൽക്കിലൂടെ കുട്ടികൾക്ക് എത്താനും കുട്ടികൾക്ക് ലൂസ് മോഷനും ഡിസ്റ്റോണിയ അല്ലെങ്കിൽ മയോക്ലോണസ് പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. ഓക്കെ, നൗ വാട്ട് ആർ ദ യൂസസ് ഓഫ് മെറ്റോക്ലോപ്രമൈഡ്? ഇത് ആന്റിഎമിറ്റിക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതല്ല, പല കണ്ടീഷൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ആന്റിഎമിറ്റിക്സ് ആണ്. ആന്റിഎമിറ്റിക് ആയിട്ട് തന്നെ പല കണ്ടീഷൻസിലും നമുക്ക് യൂസ് ചെയ്യാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് നോസിയ ആൻഡ് വോമിറ്റിംഗ്, disease associated nausea and vomiting, radiation sickness, but it is less effective in case of motion sickness, and used in prophylaxis and treatment of vomiting induced by emetogenic anti-cancer drug, and can be used in morning sickness only when this is not controlled by other measure. So these are the anti-emetic uses of metoclopramide.
Now it is also used as an gastrokinetics to accelerate the gastric emptying, and this is very useful when the emergency general anesthesia has to be given to the patient. പെട്ടെന്ന് ചില സമയത്ത് നമുക്ക് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എൻഹാൻസ് ചെയ്യിക്കേണ്ട ചില കണ്ടീഷൻസുകളൊക്കെയാണ് എമർജൻസി അനസ്തേഷ്യ കൊടുക്കേണ്ട സമയത്ത് to relieve post-vagotomy and diabetic gastroparesis associated gastric stasis, to facilitate duodenal intubation, endoscopy ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. Then it is used for the treatment of dyspepsia or indigestion. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ദഹിക്കാതെ കിടക്കുന്ന സംഗതികൾ അവിടെ കിടക്കുമ്പോൾ വീണ്ടും നമുക്ക് നോസിയ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ അതിൻ്റെ ഗ്യാസ്ട്രിക് ഡിസ്പെപ്സിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, GI ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, also used for gastroesophageal reflux diseases also. Now coming to the second prokinetic drug, that is domperidone. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ഡോംപെരിഡോൺ എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ബൈ ബ്ലോക്കിംഗ് D2 antagonism, which is very chemically related to haloperidol and pharmacologically related to metoclopramide. It will poorly cross blood-brain barrier, so it will not produce extrapyramidal side effect even though it is a D2 blocker. ഈ extrapyramidal side effect ഇവിടെ വരാൻ കാരണം എന്താണ്? ഡോംപെരിഡോൺ എന്ന് പറയുന്നത് ഡോപ്പമിനർജിക് റിസപ്റ്റർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ്. ഓക്കെ, പക്ഷേ ഡോപ്പമിൻ എത്ര കൊടുത്തു കഴിഞ്ഞാലും ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യൂല. പാർക്കിൻസോണിക് പേഷ്യന്റിന് ആന്റിഎമിറ്റിക് ആയിട്ട് ഡോംപെരിഡോൺ കൊടുത്താലും അവർക്കും എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിന്റെ പ്രോബ്ലം വരാൻ പോകുന്നില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് ആന്റിഎമിറ്റിക് ആക്ഷൻ ഈസ് എക്സേർട്ടഡ് മെയിൻലി ത്രൂ ദ കീമോ ട്രിഗർ സോൺ വിച്ച് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ and cause poor entry into the CNS. It does not block the therapeutic effect of levodopa, bromocriptine in Parkinsonism, so it can be safely used in case of Parkinsonism patient also. And important ADR are hyperprolactemia, dry mouth, loose stool, headache, rashes, galactorrhea, and cardiac arrhythmia developed on IV injections. Now another prokinetic drug is cisaprate. This is a prokinetic drug with a little antiemetic property because it lacks D2 receptor antagonism. This is a banned drug due to its arrhythmic property, and mechanism of action is by agonistic action at 5-HT4. By the agonistic action at 5-HT4 receptor, it will promote the acetylcholine release from myendric plexus or myendric neurons, and it also 5-HT3 antagonistic drugs. So that is the prokinetic drugs. Now coming to the next class of drug, that is 5-HT3 antagonist. Ondansetron, granisetron, paloncitron and ramosetron എന്ന് പറയുന്ന സിട്രോണുകളായിട്ടുള്ള സാധനങ്ങളാണ് 5-HT3 antagonistകളായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ഓക്കെ, and this is a distinct class of antiemetic drug developed to control cancer chemotherapy or radiotherapy induced vomiting, as well as it is very effective in post-operative nausea and vomiting, and as well as disease and drug associated vomiting as well. Coming to the mechanism of action, it will produce or it will block the depolarizing action of 5-HT3 receptor. അപ്പോൾ ഈ 5-HT3 റിസപ്റ്ററിലാണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന സൈറ്റോടോക്സിക് ഡ്രഗ്സുകളൊക്കെ അതിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് സൈറ്റോട്ടിക് ഡ്രഗ്സുകൾ നോസിയ ഉണ്ടാക്കുന്നത്? By causing cellular damage, it will release some mediator including 5-hydroxytryptamine from the intestinal mucosa. So they will activate the vagal afferent nerves in the guts. It will produce emetogenic impulses to the NTS, nucleus tractus solitaris. So ഇത് ആക്ടിവേറ്റഡ് ആവുന്നത് കൊണ്ടാണ് ആന്റിഎമെറ്റിക് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ സെല്ലുലാർ ഡാമേജസ് ഉണ്ടാക്കി അത് മീഡിയേറ്റേഴ്സുകളായിട്ടുള്ള 5-HT ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്ത് അത് അഫറന്റ് വാഗൽ നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് എമറ്റോജനിക് ഇമ്പൾസസുകൾ ഉണ്ടാക്കി NTSനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് വൊമിസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സുകൾ ഓൺട്രാൻസിട്രോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5-HT റിലീസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീപോളറൈസിങ് ആക്ഷനെ ആന്റഗോണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ ബ്ലോക്ക് ദ എമറ്റോജനിക് ഇമ്പൾസസ് ബോത്ത് at their peripheral origin as well as at their central relay.
ജി ഐ ട്രാക്റ്റിലുള്ള അതിൻ്റെ ഒറിജിനിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ റിലേയിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഡു നോട്ട് ബ്ലോക്ക് ദ ഡോപ്പമിനർജിക് റിസപ്റ്റർ ആൻഡ് അപ്പോമോർഫിൻ ആസ് വെൽ ആസ് മോഷൻ സിക്നസ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ഈസ് നോട്ട് സപ്രസ്ഡ്. അതുകൊണ്ട് ഈ ഒരു സംഗതി നമ്മൾ യാത്രാ ഛർദിക്ക് എടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് അതിൻ്റെ കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഓൺലി ഫോർ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ്, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓൺട്രാൻസിട്രോൺ ഡ്രഗ്സുകളാണ്. മോഷൻ സിക്നസ് ഒന്നും ഒരു കാരണവശാലും ഈ ഒരു ഡ്രഗ് എടുത്തിട്ട് കാര്യമില്ല. Now coming to the important ADR are headache, dizziness, mild constipation and abdominal discomfort, hypotension, bradycardia, chest pain, allergic reactions, etc. Now coming to the uses, it is mainly used for the treatment of nausea, vomiting due to the chemotherapy or radiotherapy, and it is highly effective in post-operative nausea and vomiting, and also in disease as well as drug associated vomiting also. Now last class of antiemetic drugs, that is NK1 receptor antagonist അല്ലെങ്കിൽ ന്യൂറോകൈനിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. നമ്മൾ ന്യൂറോകൈനിൻ റിസപ്റ്റർ കാണുന്നത് സാധാരണഗതിയിൽ കീമോ ട്രിഗർ സോണിലും NTSലുമാണ്. ഓക്കെ, ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസ് എന്ന് പറയുന്ന വോമിറ്റിംഗ് സെന്ററിലുള്ള രണ്ട് സെന്റേഴ്സിൽ കാണുന്ന ഒരു റിസപ്റ്ററാണ് ന്യൂറോകൈനിൻ റിസപ്റ്റർ എന്ന് പറയുന്നത്. സോ അപ്രിപ്റ്റൻറ്റ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ ആക്ട് ചെയ്യുന്നത് അതിനെ അൻറ്റഗോണൈസ് ചെയ്തിട്ടുള്ളതാണ്. സോ ദേ വിൽ ബ്ലോക്ക് ദ എമിറ്റോജനിക് ആക്ഷൻസ് ഓഫ് സബ്സ്റ്റൻസ് ഫി. വൊമിറ്റ്സിസ് ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ആക്ഷനുള്ള സംഗതിയാണ്. It have little effect on 5-HT3 as well as D2 and other receptors. It will specifically bind with the NK, അതായത് ന്യൂറോകൈൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും സാധാരണ ചെയ്തു വെക്കുന്ന പരിപാടി ഏത് ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ADR ആയിട്ട് നോസിയ വോമിറ്റിംഗ് എന്നാണ് എഴുതി വെക്കാറുള്ളത്. ദയവ് ചെയ്ത് ആന്റിഎമിറ്റിക്കിലെ ഡ്രഗിന്റെ ക്ലാസ്, ആന്റിഎമിറ്റിക്കിന്റെ ADR ചോദിച്ചാൽ നിങ്ങൾ നോസിയ വോമിറ്റിംഗ് പറയില്ലായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ ആന്റിഎമിറ്റിക് എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങളോട് ചിലപ്പോൾ മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡോംപെരിഡോൺ എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡൈസൈക്ലോമിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചിട്ടുണ്ടാവുക. അതിനൊന്നും കൊണ്ടുപോയിട്ട് ദയവ് ചെയ്ത് നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്നൊന്നും പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞേക്കരുത്. Okay, so these are the some list of drug which will induce vomisis. സാധാരണ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിസിസ് എന്നൊക്കെ പറഞ്ഞു. ഏതൊക്കെ ഡ്രഗ്സുകളാണ് സാധാരണ നമുക്ക് വോമിസിസ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ആൻറ്റി ക്യാൻസർ ഡ്രഗ്, അമിയോഡെറോൺ, അപ്പോമോർഫിൻ, ക്ലോറോക്വിൻ, ക്യുനൈൻ, ഡെൽറ്റിയാസം, എമെറ്റിക്സ്, എർഗോട്ട് ആൽക്കലോയിഡ്സ്, എറിത്രോമൈസിൻ ആൻഡ് ടെട്രാസൈക്ലിൻ, ഫ്ലൂറോക്വിനോളോൺസ് ആൻഡ് മെട്രാനിഡസോൾസ്. Okay, so these are the list of drugs induce the vomiting. That is all about the pharmacology of antiemetics. Hope it is clear. Thank you for watching.